2024 ഒക്ടോബർ 20-ന് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞ് വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ ജ്വല്ലറി വിജയകരമായി 1 വർഷം പൂർത്തിയാക്കും. കരുളായി പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന് കീഴിൽ 3ാമത്തെ ഹോം കെയർ യൂണിറ്റ് കൂടി പ്രവർത്തനം തുടങ്ങി. കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ കളക്ഷനൊക്കെ നടത്താറുണ്ട്. 15 വാർഡുകളിലായിട്ട് നമ്മളെല്ലാവർക്കും കളക്ഷനൊക്കെ നടത്താറുണ്ട്. നമുക്കറിയാം, പാലിയേറ്റീവ് എന്ന് പറയുന്നത് അവരുടെ സേവനം നമുക്ക് ഈ ഒരു 4 ചുവരിൻ്റെ ഉള്ളിൽ കിടക്കുന്ന രോഗികൾക്ക് അതൊരു നല്ലൊരു എന്താ പറയുക, അവർ വരുന്നത് തന്നെ ഒരു സമാധാനമാണ്. വീട്ടിലുള്ള അന്തരീക്ഷത്തിൽ വീട്ടിലുള്ള ആളുകളെ കാണുന്നതിനെക്കാട്ടും അവർക്ക് പുറത്തുനിന്ന ആളുകൾ നമുക്ക് വീടുകളിൽ അങ്ങനെ വരുന്നില്ലെങ്കിലും ഇവരുടെ ഒരു സേവനം നല്ലൊരു സേവനമാണ് കാഴ്ചവെക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. കാര്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു ഫാസ്റ്റ് ഫുഡ് ഇപ്പോൾ വീട്ടിലൊന്നും ആരും വെക്കുന്നില്ല എന്നതാണ് സത്യം. ഒരു വൈകുന്നേരങ്ങളിലൊക്കെ ചെന്നാലറിയാം, നമുക്കറിയാം നമ്മുടെ ഈ ഭാഗത്തൊക്കെ തന്നെ ഇഷ്ടം പോലെ കടകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ ഒരു ഫാസ്റ്റ് ഫുഡിനോടാണ് കൂടുതൽ കാര്യമായിട്ടൊരു ശ്രദ്ധ വരുത്തുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണമൊന്നും ഇപ്പോൾ ആർക്കും പറ്റാതെ ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു കുട്ടികളെയൊക്കെ ഒന്ന് നിലവിൽ 2 ഹോം കെയർ യൂണിറ്റുകളാണ് കരുളായി പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന് കീഴിൽ സർവീസ് നടത്തുന്നത്. എന്നാൽ രോഗികളുടെ എണ്ണം കൂടിയതിനാൽ ആളുകളിലേക്ക് കൃത്യമായ സമയങ്ങളിൽ സേവനമെത്തിക്കാൻ പ്രയാസം നേരിട്ട സാഹചര്യത്തിലാണ് 3ാമത്തെ ഹോം കെയർ യൂണിറ്റ് കൂടി ആരംഭിച്ചത്. നിലവിൽ 250-ൽ പരം രോഗികളാണ് കരുളായി പാലിയേറ്റീവിന് കീഴിൽ പരിചരണത്തിനുള്ളത്. ഓരോ മാസവും ലക്ഷങ്ങളുടെ ചിലവാണ് യൂണിറ്റിനുള്ളത്. രോഗി പരിചരണം മുടങ്ങിപ്പോവാതിരിക്കാനും അതിനുള്ള ഫണ്ട് കണ്ടെത്താനുമായി വ്യാപാര സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളിലും വീടുകളിലും സ്ഥാപിക്കാനുള്ള സംഭാവന പെട്ടികളുടെ വിതരണോദ്ഘാടനവും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സിദ്ദീഖ് വടക്കൻ നിർവഹിച്ചു. കൃത്യമായി സേവനം നൽകുകയും നമ്മുടെ സഹോദരങ്ങള് ഈ സമൂഹത്തിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അവർക്കൊക്കെ നൽകിക്കൊണ്ട് ആ സേവന രംഗത്ത് കുതിച്ചുചാട്ടം തന്നെയാണ് ഈ പാലിയേറ്റീവ് നടത്തുന്നത്. ഇതിൻ്റെ ഭാരവാഹികൾ, അതുപോലെ തന്നെ ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, ഇവരൊക്കെ തന്നെ സ്തുത്യർഹമായ സേവനമാണ്. കാരണം നമുക്ക് ഒട്ടേറെ മറ്റ് പ്രവർത്തനങ്ങളിലുള്ള ആളുകളാണ് ഇവരൊക്കെ, എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ ആ രംഗത്തൊക്കെ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഈ ഒരു പ്രവർത്തന മേഖലയിൽ ഒട്ടും കുറവ് വരാതെ തന്നെ നല്ല ശുഷ്കാന്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അവരൊക്കെ അഭിനന്ദനം അറിയിക്കുന്നവരാണ് ഈ കമ്മിറ്റി, അതുപോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാർ. പാലിയേറ്റീവ് കെയർ ക്ലിനിക് പ്രസിഡന്റ് കക്കോടൻ നാസർ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു മുഖ്യാതിഥിയായിരുന്നു. തികച്ചും മാതൃകാപരമായ പ്രവർത്തനം, പ്രശംസനീയമായ പ്രവർത്തനം കിടപ്പിലായ നമ്മുടെ പഞ്ചായത്തിലെ 247ഓളം രോഗികൾക്ക് കൃത്യമായ സേവനം എത്തിക്കുന്നതിൽ കരുളായി പാലിയേറ്റീവ് സംസ്ഥാനത്ത് തന്നെ മാതൃകയാവുന്ന തരത്തിൽ സേവന സന്നദ്ധരായ 3 പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ, രാധാകൃഷ്ണ മാഷും നാസറാക്കയും അതുപോലെ കബീറും, ഇവരുടെ നേതൃത്വത്തിലുള്ള സന്നദ്ധ വളണ്ടിയർ പ്രവർത്തനം ഏറ്റെടുത്ത് നിൽക്കുന്ന കമ്മിറ്റി അംഗങ്ങളും നിസ്തുലമായ സേവനം ചെയ്തുകൊണ്ട് നമുക്ക് അതിനൊരുമിച്ച് എല്ലാ സുമനസ്സുകളും സപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഒരു ബോക്സ് കൂടി കടകളിൽ വെക്കുന്നു. അതും ഈ കരുളായി സമൂഹം ഏറ്റെടുക്കും, അതും വിജയിപ്പിക്കും. നമുക്ക് കെട്ടിടം, മറ്റ് സൗകര്യങ്ങളെല്ലാമായി ഏതൊരാൾക്കും ഏത് സമയത്തും ഈ വാഹനം നമ്മുടെ വീട്ടുമുറ്റത്ത് വരാം എന്നുള്ള ആ ഒരു ബോധം എല്ലാവർക്കും ഉണ്ടാവണം എന്നുകൂടി അറിയിച്ചുകൊണ്ട് നിസ്സീമമായ സഹായ സഹകരണങ്ങൾ കരുളായി പാലിയേറ്റീവ് സെന്ററിന് ഉണ്ടാവണമെന്നുകൂടി പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പി കെ റംലത്ത്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി ഹസീന, ഇ കെ അബ്ദുറഹിമാൻ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി ജെ രാധാകൃഷ്ണൻ സ്വാഗതവും ട്രഷറർ മുണ്ടോടൻ കബീർ നന്ദിയും പറഞ്ഞു. പാലിയേറ്റീവ് ഹോം കെയർ വോളണ്ടിയേഴ്സ്, ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരുളായി.